ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് റിച്ച് ആയിട്ടുള്ള കിഫായ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഈ കേക്ക് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കിഫായ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ കിഫായ കേക്കിൻ്റെ ബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയും വാനില എസൻസും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇതുപോലെ കുറച്ച് വലിയൊരു ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് കേട്ടോ ഇത്. പഞ്ചസാര പൊടിച്ചത് ഒന്നിച്ചിട്ട് കൊടുക്കേണ്ട, കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് ബീറ്റായി നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കണ്ട. പിന്നെ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് പിസ്തയുടെ മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ നേരിട്ട് തന്നെ പിസ്ത പൊടിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ ഈ ഒരു എസൻസിൻ്റെ ആവശ്യമില്ല. നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ അരിച്ചിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പിസ്താഷ്യോ പൊടിച്ചതും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വല്ല ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇട്ട് കൊടുത്തത് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അല്പം പിസ്താഷ്യോ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ബാച്ചായിട്ടാണ് പിസ്താഷ്യോ പൊടിച്ചതും അതുപോലെ പൊടിയും ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഹൈറ്റ് ഇല്ലാത്ത കേക്ക് ടിന്നായതുകൊണ്ട് സൈഡിൽ ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി കേക്ക് ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് വെക്കാം. അപ്പോൾ ഞാനിവിടെ കൺവെൻഷൻ ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ 30 മിനിറ്റും കൊണ്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ചൂടാറി ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനെ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 3 ലെയറാക്കി എടുക്കാം. ഇനി കേക്കിനെ വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് നല്ല തണുത്ത പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിസ്തയുടെ മിൽക്ക് മിക്സ് ഒരു 2-3 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഡ്രോപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, പഞ്ചസാരക്കൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി കേക്കിലെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ പിസ്താഷ്യോ പൊടിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു ബൗളിൽ മാംഗോയുടെ പൾപ്പ് എടുത്തിട്ടുണ്ട്. പഴുത്ത മാങ്ങ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഒരു ബൗളിൽ സ്ട്രോബെറിയുടെ ക്രഷും എടുത്തിട്ടുണ്ട്. ഇനി ഇത് 3ലേക്കും നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പിസ്താഷ്യോ പൊടിച്ചത് വേണമെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീമിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ.
അപ്പോൾ കേക്കിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേൺ ടേബിളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് നമുക്ക് അല്പം ക്രീമാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പിസ്ത മിൽക്ക് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ക്രീമിൻ്റെ മുകളിലായിട്ട് നമുക്കിതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോയുടെ പൾപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും അതിൻ്റെ മുകളിൽ പിസ്തയുടെ മിൽക്ക് മിക്സ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലും ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്ട്രോബെറിയുടെ ക്രഷ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും പിസ്തയുടെ മിൽക്ക് മിക്സ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ പിസ്താഷ്യോ പൊടിച്ചതും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ലെയർ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് ചെറുതായിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. ഇനി കേക്കിൻ്റെ ലെയറിൽ നമ്മൾ മാംഗോ പൾപ്പൊക്കെ വെച്ച് കൊടുത്തത് കാരണം കേക്ക് ഐസിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം തെന്നി മാറാനൊക്കെ സാധ്യതയുണ്ട് ലെയർ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കേക്കിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാനൊരു അരമണിക്കൂർ ഫ്രീസറിൽ ഒന്ന് കേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിനെ ഒരുവിധമൊക്കെ ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം. ഇനി കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2-3 ഡ്രോപ്പൊക്കെ പിസ്തയുടെ മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പിസ്തയുടെ മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഞാനതിന് പകരമായിട്ട് ഗ്രീൻ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലേവർ എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതന്നെ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ഗ്രീൻ കളർ ജെൽ കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കേക്കിന് മുകളിൽ ഒഴിക്കാനുള്ള ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ കേക്കിന് മുകളിൽ ഗണാഷ് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ കേക്കിന് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു റോസറ്റ ഡിസൈനും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും ഐഡിയക്ക് അനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലൊരു റോസറ്റ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഡിസൈനിൻ്റെ 2 സൈഡിലായിട്ടുമാണ് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കേക്കിന് ഇവിടെ ഫുള്ളായിട്ട് ഗണാഷ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അല്പം പിസ്താഷ്യോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 സിൽവർ കളറിലുള്ള ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കിഫായ കേക്കിൻ്റെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്